ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റുവട്ടത്തിരിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, തിരുമുഖം അന്വേഷിപ്പാൻ പരിശുദ്ധ ദൈവം നമുക്കൊരു ദിവസം കൂടി തന്നിരിക്കയാൽ ധന്യനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ തലകൾ വണക്കി നമസ്കരിക്കുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ദൈവവചന കേൾവി സന്തോഷകരമാക്കി തീർത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും, എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെയും കർത്തൃദാസന്മാരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് വന്ദനം പറയുന്നതിൽ അതീവ സന്തോഷമുണ്ട്. കർത്തൃസന്നിധിയിൽ നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ്റെ വീണ്ടെടുപ്പുകാരനെ, എൻ്റെ രക്ഷകനെ കൃപയിലും ശക്തിയിലും ആത്മീയ ആനന്ദത്തിലും ഇന്നയോളം എന്നെ നടത്തി നിർത്തി ബലപ്പെടുത്തുന്ന ശ്രേഷ്ഠനായ ദൈവത്തെ മനം തുറന്ന് സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ നിവരെ നിർത്താൻ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഇന്നത്തെ സന്ദേശത്തിനായി യിരെമ്യാ പ്രവചനം 31 അധ്യായം, യിരെമ്യാ പ്രവചനം 31 അധ്യായം 19-20 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 31 അധ്യായം 19-20 വാക്യങ്ങൾ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേലടിച്ച് നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. എൻ്റെ യൗവനത്തിൽ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയീം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. എഫ്രയീം എൻ്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനത്തിൻ്റെ 31 അധ്യായം മുതൽ എൻ്റെ വായനയിൽ വളരെ വ്യത്യസ്തത തോന്നുന്നു. 30 അധ്യായം വരെയൊക്കെ ഒരർത്ഥത്തിൽ ഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയുടെ, സംഭവിക്കാൻ പോകുന്ന അതീവ തീവ്രതയുടെ ആഴങ്ങളെക്കുറിച്ച് പ്രവാചകനിൽ കൂടി പ്രവചിച്ചനന്തരം 31 അധ്യായത്തിനകത്ത് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ സ്നേഹവാത്സല്യത്തോടെ വിളിച്ചടുത്തിരുത്തി സംസാരിക്കുന്ന സംഭാഷണ ശൈലി എൻ്റെ വായനയിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഇവിടെ തന്നെ നോക്കി, എഫ്രായീം എന്ന പേരിലാണ് ഇപ്പോൾ സ്തോത്രം ഇസ്രായേലിനെ ദൈവമായ കർത്താവ് വിളിക്കുന്നത്. എഫ്രായീമിനെ വിളിച്ചിട്ട് പറയുകയാണ്, എഫ്രായീം എൻ്റെ വാത്സല്യപുത്രനോ, എൻ്റെ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും എനിക്കങ്ങ് കലി തോന്നുന്നല്ല, എനിക്ക് അവനെക്കുറിച്ച് സ്ഥായി തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അനുതാപം തോന്നുന്നു, അയ്യോഭാവം തോന്നുന്നു. നമ്മൾ പറയാറില്ലേ, കഷ്ടമുണ്ട് അവൻ്റെ കാര്യം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് തോന്നുന്നു. തീർന്നില്ല, അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. അങ്ങനെ ഒരു തോന്നൽ ദൈവത്തിന് ഉളവായാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും കേട്ടോ. എന്നോടിന്ന് കുറേ നേരം ഞാൻ ഈ വാക്യത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, ഒരാളെപ്പോലും ഭൂമിയിൽ മനുഷ്യനായി ജന്മം കൊണ്ട ഒരാൾ, ഇനി ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നിരീശ്വരനാണെങ്കിൽ പോലും ദൈവത്തിനൊരു അപ്പൻ്റെ മനസ്സും അപ്പൻ്റെ ഹൃദയമുള്ളതുകൊണ്ട് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അഗാധ പ്രണയത്തിൻ്റെ, അഗാധ സ്നേഹത്തിൻ്റെ ആഴം ഈ വാക്യത്തിനകത്ത് കാണുന്നു. ദൈവം പറയുന്നു, എനിക്ക് അവനെ എൻ്റെ നീതിയുടെ ഭാഗത്ത് നിന്ന്, എൻ്റെ ദൈവികതയിൽ നിന്നുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യനെ, പാപിയായ മനുഷ്യനെ അതിൻ്റേതായ നിലവാരത്തിൽ കാണാതിരിക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. പക്ഷേ ദൈവം മനുഷ്യർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, അവനെ ഒരു ഈർക്കിലി കൊണ്ട് തല്ലുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിനെ കുറ്റം ചെയ്യുമ്പോൾ അപ്പൻ ചെറുപ്രായത്തിൽ ഈർക്കിലി കൊണ്ട് തല്ലി വളർത്തിയ മക്കൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ തല്ലുമ്പോൾ കലി തീരാനും കലിപ്പ് അവസാനിപ്പിക്കാനും അല്ല, കുഞ്ഞിനെ നേരെ പാട് നടത്താനാ. എന്നിട്ട് അപ്പൻ വാരി അല്പം തുടയിൽ തല്ലിയപ്പോൾ തടിച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് തൂത്തു തരുന്ന അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനേക്കാൾ സ്നേഹവാത്സല്യത്തോടെ പറയുന്നു, നിന്നെ ശാസിക്കുമ്പോൾ, നിന്നെ ശിക്ഷിക്കുമ്പോൾ, നിനക്കെതിരെ ഞാൻ പറയുമ്പോൾ, നിനക്കെതിരെ ഞാൻ ശബ്ദമെടുക്കുമ്പോൾ എൻ്റെ ചങ്കുരുകുക, എൻ്റെ ഉള്ളം പടക്കുക, എനിക്ക് നിന്നെക്കുറിച്ച് അയ്യോ പാവം തോന്നുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ, നമ്മുടെ സഹചർക്കോ, സഹോദരന്മാർക്കോ, എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആങ്ങളമാർക്കോ നിങ്ങളെക്കുറിച്ച് സ്ഥായി തോന്നിയാൽ, അനുതാപം തോന്നിയാൽ, അയ്യോഭാവം തോന്നിയാൽ, അവർ വന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് പുലമ്പി പറയും, എൻ്റെ പൊന്നു പെങ്ങളെ, എൻ്റെ പൊന്നു മോളെ, എന്തോ ചെയ്യാനാ, നിൻ്റെ ഗതികേട്, നീ ഇതിൽ പോയി പെട്ടുപോയല്ലോ എന്ന് പറയുകയല്ലാതെ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല.
പക്ഷെ എന്നോട് ദൈവം പറഞ്ഞു, എനിക്ക് ചിലരെക്കുറിച്ച് സ്ഥായി തോന്നിയാൽ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക, എനിക്ക് ചിലരെക്കുറിച്ച് അയ്യോ പാവം തോന്നിയാൽ, എൻ്റെ ചങ്ക് ചിലരെക്കുറിച്ച് ഉരുകാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, എൻ്റെ മനസ്സുരുകാൻ തുടങ്ങിയാൽ അവരെ ഞാൻ കൈവിടുകയല്ല. എന്നോട് കർത്താവ് പറയുന്നു, ഒത്തിരി കരയുന്ന, ജീവിതത്തിൽ എങ്ങും എത്താതെ പോയ, ജീവിതത്തിൽ ഒന്നുമാകാതെ പോയ, ആരൊക്കെയോ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്ത് കരിയാപ്പില പോലെ, സ്തോത്രം, എന്താ പറയുക, വായിലിട്ട് ചവച്ചിട്ട് തുപ്പിക്കളഞ്ഞ വസ്തു പോലെ അങ്ങനെ മാറ്റിയിട്ടിട്ട് പോയ നിങ്ങളെ കണ്ടിന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടോ? നിങ്ങൾ സമാധാനത്തിലാണോ? നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ, നിങ്ങളെക്കുറിച്ച് സ്ഥായി കൂടുവാൻ, നിങ്ങളെക്കുറിച്ച് ഉരുകുവാൻ, അനുതപിക്കുവാൻ, നിങ്ങളെക്കുറിച്ച്, സ്തോത്രം, ചിന്തിക്കാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ദൈവാശ്രയ ബോധമുള്ള നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ചിന്തയുണ്ടെന്നല്ല, പ്രധാനമായും എന്നെ അവിടെ ചിന്തിപ്പിച്ചത്, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ ഒരു 5-6 പ്രാവശ്യം നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, നിങ്ങളുടെ ഉള്ളുരുകുന്ന വിഷയം എൻ്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഞാൻ ആ വാക്ക് ഒരു 5-6 പ്രാവശ്യം, നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ. എൻ്റെ പൊന്ന് ബ്രദറെ, എൻ്റെ പൊന്ന് സിസ്റ്ററെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, കർത്തൃദാസനെ, അങ്ങയെ നോക്കി, നിങ്ങളെ നോക്കി എൻ്റെ ദൈവം ഉരുകുകയാണ്. കഴിഞ്ഞ 1 മാസമായി, കഴിഞ്ഞ 2 കൊല്ലമായി നീ ആ പുത്രൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവളാ. നീ എന്നെ അപ്പ എന്ന് വിളിക്കുന്നവനാ, നീ എൻ്റെ അപ്പ എന്ന് വിളിച്ച് കരയുന്നവനാ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് മുട്ടുകുത്തുന്നവളാ. നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഉരുക്കം തട്ടുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മനസ്സുരുകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൽ എവിടെയെങ്കിലും കലാമിറ്റികളോ പ്രശ്നങ്ങളോ ഭൂകമ്പങ്ങളോ തകർച്ചകളോ യുദ്ധക്കെടുതികളോ നടക്കുന്നത് കൊണ്ട്, ബ്ലാസ്റ്റിങ്ങോ നടക്കുന്നത് കൊണ്ട് ഉരുകുന്നവനല്ല. ഈ പ്രപഞ്ചം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും അത് നോക്കി നിന്ന് ദൈവത്തിൻ്റെ മനസ്സുരുകില്ല. എന്നാൽ ഭൂമിയുടെ ഒരു കോണിൽ ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒറ്റപ്പെട്ടു പോയാൽ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടാൽ, ആരൊക്കെയോ കളിപ്പിച്ചിട്ട് പോയതിൻ്റെ അനന്തര ഫലമായിട്ട് അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളുടെ നൊമ്പരങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്ന, മുഖം വാടി നടക്കുന്ന ആരെങ്കിലും ഒരാളെ കണ്ടാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉള്ളുരുകും. ആ വിളി കേട്ടോ, എഫ്രൈമേ, നീ എൻ്റെ ഓമനക്കുട്ടിയോ, നീ എൻ്റെ വാത്സല്യപുത്രനോ? നോക്കൂ, നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവവചനത്തോട് ചേർന്ന് നിന്ന് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഓമനക്കുട്ടിയാ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാത്സല്യപുത്രനാ, വാത്സല്യപുത്രിയാ. ആ ബന്ധം സമ്പാദിക്കാൻ ഒരു ജന്മം കൊണ്ട് ആർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്? എനിക്ക് ദൈവത്തെ അറിയാം, പിതാക്കന്മാർ സേവിച്ച ദൈവം ഒരു ജന്മിയാണ്, ദൈവം ഒരു അധികാരിയാണ്, എനിക്ക് ദൈവത്തെ പേടിയാണ്, ഞാൻ ദൈവത്തിൻ്റെ ദൂരത്ത് നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് ദൈവത്തെ ദൈവമേന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊരു പഴയ കാല ബന്ധമല്ല. ഈ അടുത്ത കാലത്ത് പുത്രൻ്റെ ചോരയാൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ പാപവിമോചകനുമായിട്ടുള്ള അടുപ്പം നിമിത്തം ആരൊക്കെയോ നിങ്ങളെ സ്നേഹിക്കുകയും, നിങ്ങളെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരികയും, നിങ്ങളെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും, നിങ്ങളെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് പഠിപ്പിക്കുകയും, നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയും, നിങ്ങളെ പ്രാർത്ഥിക്കാൻ ശീലിപ്പിക്കുകയും, നിങ്ങളെ നിർബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവുകയും, ദൈവത്തിൻ്റെ കൽപ്പനയിലേക്ക് നയിക്കുകയും, വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിക്കുകയും ചെയ്തതുകൊണ്ട്, ഹല്ലേലൂയ. എത്ര പേർ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ആരൊക്കെയോ ദൈവം അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായോ? ഞാൻ ദൈവത്തിൻ്റെ വാത്സല്യപുത്രിയാണ്, ഞാൻ ദൈവത്തിൻ്റെ വാത്സല്യപുത്രനാണ്. കുറച്ചുകൂടെ പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ഓമനക്കുട്ടിയാണ്. ദൈവത്തിന് ഞാൻ ഏറ്റവും ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന സ്നേഹഭാജ്യമാണ്. അങ്ങനെ ഒരു ബന്ധം എൻ്റെ കഷ്ടത നിമിത്തം, എൻ്റെ ഒറ്റപ്പെടൽ നിമിത്തം, എൻ്റെ നിമിത്തം, ഞാൻ ഈ അടുത്ത കാലത്ത് സഹിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 10 വർഷമായി, 8 വർഷമായി, 6 വർഷമായി, 14 വർഷമായി നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങൾ നിമിത്തം എനിക്കെൻ്റെ ദൈവത്തിൻ്റെ ഓമനക്കുട്ടിയാകാൻ, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ വാത്സല്യപുത്രനാകാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ആ ഒരു ബന്ധം എനിക്ക് ജീവിതത്തിൽ സമ്മാനിച്ച ഏറ്റവും വലിയ ഊഷ്മളതയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ 2 കരവും മൊബൈല് ഒരു സ്ഥലത്തൊക്കെ താത്തി വെച്ചിട്ട് നിങ്ങൾ കൈ പിടിച്ചാൽ കേൾക്കുന്ന എനിക്കറിയില്ല. നിങ്ങൾ 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട് പറ, കഷ്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഒറ്റപ്പെടൽ ഒരു ഭാഗത്തുണ്ട്, ആരുമില്ലാതെ പോയി എന്നൊരു തോന്നൽ ഒരു ഭാഗത്തുണ്ട്, ഏകാംഗ പതികനായി ചിറകറ്റുപോയ പക്ഷിയെപ്പോലെ ജീവിക്കുന്നതിൻ്റെ നൊമ്പരം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഈ വേദനകൾ, ഈ കഷ്ടങ്ങൾ, ഈ പരിഹാസങ്ങൾ എന്നെ ദൈവത്തിൻ്റെ ഓമനക്കുട്ടിയാക്കി, ദൈവത്തിൻ്റെ വാത്സല്യ
പുത്രനാക്കി തീർത്തതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നവർ കരങ്ങൾ രണ്ടും ഉയർത്തി ഒരല്പസമയം സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്തുകൊണ്ട് ഇത് കേൾക്കാൻ തുനിയ. ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നോക്കൂ, ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന വാക്ക്, സ്തോത്ര ഹല്ലേലൂയ, എഫ്രയീം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിനായി സ്തോത്രം. എഫ്രയീം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. നീ ഒറ്റയ്ക്ക് ഞരങ്ങുന്നത്, രാത്രിയാമങ്ങളിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ആരുമില്ലാത്ത വലിയ വീട്ടിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപിക്കുന്നത്, ആരും കേൾക്കാനില്ലാത്ത നിന്റെ ഭവനത്തിനകത്ത് അടച്ചുറപ്പിച്ച് താഴിട്ട് പൂട്ടിയിരിക്കുന്ന നിന്റെ കൂടാരത്തിനകത്ത് നീ ഞരങ്ങുന്നത് കേൾക്കാൻ ആരുമില്ല. പക്ഷേ നിന്റെ വിലാപങ്ങളെ, നിന്റെ സങ്കടങ്ങളെ, നിന്റെ ദുഃഖങ്ങളെ, നിന്റെ കണ്ണീരിൻ്റെ പുറകിലെ വിഷയങ്ങളെ കേൾക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് ഉള്ളിൽ നൊമ്പരപ്പെടുത്തി. വിലപിക്കുന്നത് കേൾക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചിലരോട്, ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് ത്യാഗം സഹിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നീ വിലപിക്കുന്നത്, നീ പ്രാർത്ഥിച്ചതല്ല, നീ കരഞ്ഞതല്ല, നീ വിലപിച്ചത്. ഏതൊക്കെയോ വിഷയത്തിൽ ഈ നാളുകളിൽ വിലപിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നീ വിലപിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം ഉരുകുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം, ഇനി അധികം പറയണമെന്നില്ല. ആ 19-20 വാക്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പ്രസംഗത്തിനുള്ള വഴിയുണ്ട്. മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഞാനത് ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ നിർത്തുക. എൻ്റെ ഉള്ളവും ഉരുകുന്നത് പോലെ തോന്നുന്നു. ആരെയൊക്കെ കുറിച്ച് ഭാരം, നിങ്ങൾ പറഞ്ഞ പല വിഷയങ്ങൾ എൻ്റെ മനസ്സിലൂടെ മിന്നിമറയുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് സ്ഥായി തോന്നിയാൽ, നീ വിലപിക്കുന്നത് ദൈവം കേട്ടാൽ, നിന്നെ ചൊല്ലി എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളം ഉരുകാൻ തുടങ്ങിയാൽ, എൻ്റെ കർത്താവ് പറഞ്ഞു നിർത്തിയത് കണ്ടോ, ഞാൻ അവനോട് കരുണ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹചരെ, നിന്നെ ചൊല്ലി ദൈവത്തിൻ്റെ ഉള്ളം ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നീ വിലപിക്കുന്നവൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നിന്നെക്കുറിച്ച് എന്തൊക്കെയോ ദൈവത്തിൻ്റെ മനസ്സിൽ തോന്നലുകൾ ഉളവായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിന്നോട് കരുണ കാണിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് ദൈവാത്മാവിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. ദൈവം നമ്മളോട് കരുണ കാണിക്കും. എന്തുകൊണ്ടാൽ നിന്റെ വിലാപം, നിന്റെ സങ്കടം, നീ വിലപിച്ചത് ദൈവം കേട്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് തമ്പുരാൻ്റെ ഉള്ളുരുകുന്നു. ബാക്കി പ്രവൃത്തിയിൽ കാണാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉള്ളമുരുകുന്ന വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളെ ചൊല്ലി ഉരുകാൻ ആരുമില്ലാത്ത ലോകത്ത് യിരെമ്യാ പ്രവാചകനിലൂടെ ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വാചനം, ഞങ്ങളെ ചൊല്ലി ഉള്ളുരുകുന്നൊരു ദൈവം. അപ്പാ, അങ്ങനൊരു ദൈവത്തെ ലോകം കണ്ടിട്ടില്ല. കഷ്ടപ്പെടുന്നവനെക്കുറിച്ച്, വിലപിക്കുന്നവനെക്കുറിച്ച്, ഒറ്റപ്പെട്ടു പോയവനെക്കുറിച്ച്, ആരോരുമില്ലാത്തവരെക്കുറിച്ച് ഉള്ളുരുകുന്ന ഒരപ്പനെ, വാത്സല്യനിധിയായി ഞങ്ങളെ കാണുന്നൊരു സ്വർഗീയ അപ്പനെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വാത്സല്യപുത്രനാകാൻ, ഓമനക്കുട്ടിയാകാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിന് നന്ദി. എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, ഞാൻ ഒന്നോടെ ഈ പ്രാർത്ഥനയെ പറയുക. എനിക്ക് കിട്ടിയ പ്രകാശനം, ഒരുപാട് സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട വചന കേൾവിക്കാർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ അങ്ങയോട്. അവരെക്കുറിച്ച് കരുണ കാണിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവത്തിനത് തോന്നാൻ തുടങ്ങിയാൽ ഭയങ്കര മാറ്റം സംഭവിക്കും. സ്വർഗം അത് ചെയ്യും. ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.